നീ അങ്ങോട്ട് ചെല്ല്. 11:30 ആഗ്രഹപ്രവേശം. 2 മണിക്ക് നമ്മൾ അങ്ങോട്ട് ചെല്ലും. 5 മണിയോടെ ഉദയനും അവളും ഊട്ടിക്ക് പോകും. അവളെ കൂട്ടിക്കൊണ്ടുവാ. സതീശൻ തിടുക്കം കാണിച്ചു. യാത്ര പറയാൻ നേരം അഞ്ജലി കരഞ്ഞുപോയി. വീൽ ചെയറിലിരുന്ന് സുധാകരൻ്റെ കാൽ തൊട്ട് തൊഴുതു. അയാൾ മകളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. നന്നായി വരും. കരച്ചിലും ചിരിയും മുഖത്തണിഞ്ഞു നിന്ന അപ്പുവിൻ്റെ കവിളിൽ അവൾ പിടിച്ചു. കൊച്ചേച്ചി പോട്ടെ മോനെ. അവൻ പെട്ടെന്ന് കരഞ്ഞു. ഈ എന്താടാ പെണ്ണുങ്ങളെ പോലെ? സതീശൻ അങ്ങോട്ട് വന്നു. അഞ്ജലി കയറ്, ഞങ്ങൾ ഉടനെ അങ്ങോട്ട് വരില്ലേ? സതീശൻ ഡോർ തുറന്നു പിടിച്ചു. അനിത അവളെ പിടിച്ച് ഉദയൻ്റെ അരികിലായി ഇരുത്തി ഡോർ അടച്ചു. നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ അഞ്ജലി എല്ലാവരെയും നോക്കി. കാർ മുന്നോട്ട് നീങ്ങി. ഉദയൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. ഇന്ന് തന്നെ നമ്മൾ ഊട്ടിക്ക് പോകുന്നുണ്ടോ? പതുക്കെ അവൾ ചോദിച്ചു. വീട്ടിലെല്ലാവർക്കും അതിലെതിർപ്പുണ്ട്. എന്ത് വേണമെന്ന് എനിക്കൊരു തീരുമാനമെടുക്കാനായിട്ടില്ല. ഞാൻ ലാലിച്ചനെ വിളിച്ചൊന്ന് ചോദിക്കട്ടെ. 2 ദിവസത്തെ ലീവ് തരാൻ ഉദയേട്ടൻ അയാളോടൊന്ന് പറ. നല്ല ആളാന്നല്ലേ പറഞ്ഞത്? അതൊരു അപേക്ഷയായിരുന്നു. ഉദയൻ പോക്കറ്റിൽ നിന്ന് സെല്ലെടുത്തു. വില്ലീസ് ജീപ്പിൽ നല്ല വേഗത്തിൽ മലയടിവാരം ഇറങ്ങുമ്പോഴാണ് ലാലിച്ചൻ്റെ ഫോൺ റിംഗ് ചെയ്തത്. ഉദയൻ്റെ കോൾ കണ്ടപ്പോൾ അയാൾ വണ്ടി ചവിട്ടി നിർത്തി. അയാൾ കോൾ എടുത്തു. എല്ലാം ഉദ്ദേശിച്ച വഴിക്ക് നടന്നില്ലേ? വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്കാ. ലാലിച്ചൻ മൂളി. പറഞ്ഞ കാശ് അവളുടെ ചേട്ടൻ്റെ അക്കൗണ്ടിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട്. കിട്ടിയ വിവരം അയാൾ എന്നോട് പറഞ്ഞു. അപ്പോൾ ഇന്ന് തന്നെ പുറപ്പെട്ടോ? മോനിച്ചനെ ഡ്രൈവറായി അയച്ചത് അതിനാ. നാളെ വൈകിട്ട് തിരിച്ചാൽ മതിയെന്നാ ബന്ധുക്കളൊക്കെ നിർബന്ധിക്കുന്നത്. ഒരു ചടങ്ങ് കഴിഞ്ഞ ഉടൻ എങ്ങനെയാ? രാവിലെ അവളുടെ വീട്ടിലെ